നമ്മുടെ മതിലിലും വേലിയിലുമൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. അതിന് അധികം പരിചരണമൊന്നും ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും അത് പടർന്ന് പിടിച്ച് നല്ലോണം കായ്ച്ച് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പം എനിക്കിവിടെ കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്ത് വാഷ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. കോവയ്ക്കയെല്ലാം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വട്ടത്തിലാണ് കട്ട് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കോവയ്ക്ക് 4ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിരി വലിയ കോവയ്ക്കാണ്. തീരെ വലുതാവുമ്പോൾ 4ഓ 5ഓ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഈ പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊരു സവാള, ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഈ സവാള ഒരുപാടങ്ങ് വഴഞ്ഞ് മൂത്തൊന്നും പോകണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3/4 സ്പൂണോളം ചേർത്ത് കൊടുത്തു. സാദാ മുളക് പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. കോവയ്ക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നല്ല രീതിക്ക് കുക്കിംഗ് ടൈം ആവശ്യമുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. പെട്ടെന്നൊന്നും ഇത് കുക്കായി കിട്ടില്ല. അപ്പോൾ ചെറുതീയിൽ വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും പറ്റിയ മെഴുക്ക് പുരട്ടിയാണ്. നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കാനും മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിയായ മെഴുക്ക് പുരട്ടി റെഡിയായി.